ഹലോ, ലൂസൻ ജി കെയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബയോളജിയിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ ബോഡി സിസ്റ്റം എന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നൊരു പോർഷനാണ് കവർ ചെയ്യുന്നത്. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. സോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നു പറഞ്ഞാൽ ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 5 സ്റ്റേജസ്. സോ നമ്മൾ എന്താണ് ഈ ന്യൂട്രീഷൻ എന്നും ന്യൂട്രിയൻസ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 5 സ്റ്റേജസ്: ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രിയൻസ്. നമ്മൾ വിറ്റമിൻസിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ന്യൂട്രീഷൻ എന്താണ്, ന്യൂട്രിയൻസ് എന്താണ് എന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഡൈജഷൻ എന്ന് പറയുന്നത് എത്ര സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻജഷൻ, രണ്ടാമത്തേത് ഡൈജഷൻ, മൂന്നാമത്തേത് അബ്സോർപ്ഷൻ, നാലാമത്തേത് അസിമിലേഷൻ, 5 ഡിഫിക്കേഷൻസ്. സോ ഇത് ഏതാണ്? എല്ലാത്തിൻ്റെയും ഈ 5 സ്റ്റേജസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ആദ്യം എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് ഇൻജഷൻ എന്ന് പറയുന്നത് ടേക്കിംഗ് ദ ഫുഡ് ഇൻ ടു മൗത്ത് ഈസ് കോൾഡ് ഇൻജഷൻ. നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ ഫുഡ് മൗത്തിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സ് നോക്കൂ, ഡൈജഷൻ, കൺവേർഷൻ ഓഫ് നോൺ അബ്സോർബിൾ ഫുഡ് ഇൻ ടു അബ്സോർബിൾ ഫോം. സോ എന്താണ് ഡൈജഷൻ എന്ന് പറയുന്നത്? അബ്സോർബ് ചെയ്യാത്ത ഫുഡിനെ നമ്മളൊരു അബ്സോർബിൾ ഫോമിലേക്ക് ആക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ഡൈജഷൻ്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ വരുന്നത് മൗത്ത്. ഡൈജസ്റ്റീവ് ട്രാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫസ്റ്റ് ഏതാണ് വരുന്നത്? മൗത്ത്, പിന്നെ അത് കഴിഞ്ഞ് ഫാരിങ്സ്, അത് കഴിഞ്ഞ് ഈസോഫാഗസ്, അത് കഴിഞ്ഞ് ഇൻഡസ്റ്റൈൻ ഏതൊക്കെ വരുന്നുണ്ട്? സ്മോൾ ഇൻഡസ്റ്റൈനും, അത് കഴിഞ്ഞ് ലാർജ് ഇൻഡസ്റ്റൈൻ, അത് കഴിഞ്ഞ് ഏനസ്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. സോ അതിൽ ആദ്യം വരുന്നതാണ് മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി. സലൈവ ഈസ് സെക്രീറ്റഡ് ബൈ സലൈവറി ഗ്ലാൻഡ് ഇൻ മൗത്ത് ഇൻ വിച്ച് എൻസൈം അമിലേസ് ഓർ ടൈലിൻ ഇസ് പ്രസൻറ്റ്. നമുക്കറിയാം സലൈവ, നമുക്ക് മൗത്തിൽ എന്തുണ്ട്? സലൈവയുണ്ട്. സലൈവ സെക്രീറ്റ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. ആ സലൈവറി ഗ്ലാൻഡ്സിൽ ഏതൊക്കെ എൻസൈമാണ് ഇവിടെ പറയുന്നത്? അമിലേസ് ഓർ ടൈലിൻ. ഇത്രയും ഈ അമിലേസ് ടൈലിൻ എന്ന് പറയുന്ന 2 എൻസൈം പ്രസൻ്റ് ആയിട്ടുണ്ട്. അമിലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻ ടു സിമ്പിൾ ഷുഗർ ആൻഡ് മേക്ക് ഇറ്റ് ഡൈജസ്റ്റബിൾ. സോ എന്ത് ചെയ്യുന്നു? ഈ അമിലേസ് അല്ലെങ്കിൽ ടൈലിൻ എന്ന് പറയുന്നത്, അതിൽ അമിലേസ് എന്ത് ചെയ്യുന്നു? സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗറും എന്ത് ചെയ്യുന്നു? അതുപോലെ ഡൈജസ്റ്റബിൾ ഫോമിലേക്ക് ആക്കി വിടുന്നു. സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആക്കി വിടുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു? അത് ഡൈജസ്റ്റബിൾ ഫോമിലേക്ക് ആക്കി വിടുന്നു. നമുക്കറിയാം സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. സലൈവയുടെ pH എത്രയാണ്? സലൈവയുടെ pH പറയുന്നത് ഒരു 6.8 ടു 7.3 ആണ് സലൈവയുടെ pH എന്ന് പറയുന്നത്. ഓക്കെ, pH. സോ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഫ്രം ദ മൗത്ത് ഫുഡ് റീച്ചസ് ഇൻ ടു സ്റ്റൊമക്ക് ത്രൂ ഫുഡ് പൈപ്പ് ഓർ ഈസോഫേഗസ്. നമുക്കറിയാം മൗത്ത് കഴിഞ്ഞിട്ട് നേരെ ഫാരിങ്സിലേക്ക് പോകുന്നു, ഫാരിങ്സ് കഴിഞ്ഞ് ഈസോഫാഗസിലേക്ക് പോകുന്നു, ഫുഡ് പൈപ്പിലൂടെ ഈസോഫാഗസിലേക്ക് എത്തുന്നു. ഈസോഫാഗസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അതേപോലെ ഒരു പോയിന്റ് കൂടി ആലോചിച്ച് വെക്കുക. ദ ടീത്ത് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് ആസ് മോളാർ. നമുക്കറിയാം ടീത്ത്സിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസ് അറിയാം. അതിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടീത്ത് ഏതാണ്? മോളാറാണ്. സോ അത് കഴിഞ്ഞ് ദ റെഗുലർ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ വാൾ ഓഫ് എലിമെൻ്ററി കനാൽ ടു പുഷ് ദ ഫുഡ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഇസ് കോൾഡ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. സോ മൗത്തിൽ നിന്ന് ഈസോഫാഗസിലേക്ക് ഫുഡ് പോകുന്ന ആ ഒരു വേവ് ലൈക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സലൈവ പഠിച്ചു. സലൈവയിൽ സലൈവറി ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള 2 എൻസൈമുകളെ പഠിച്ചു. അമിലേസ് ഓർ ടൈലിൻ അത് എന്ത് ചെയ്യുന്നു? അമിലേസ് എന്ത് ചെയ്യാണ്? സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗറാക്കി മാറ്റി ഒരു ഡൈജസ്റ്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ഈസോഫാഗസിലേക്ക്, ഫുഡ് പൈപ്പായിട്ടുള്ള ഈസോഫേഗസിലേക്ക് പോകുന്നു. ഈസോഫേഗസിലേക്ക് ഫുഡ് പോകുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ്, വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടീത്ത് ഏതാണ്? മോളാറാണ്. നമ്മൾ സലൈവയുടെ pH പഠിച്ചു. 6.8 ടു 7.3 ആണ് ഒരു
ഏകദേശം സലൈവയുടെ pH എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഡൈജഷൻ ഇൻ സ്റ്റൊമക്. ഇനി സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റഡ് ഫ്രം ദ ഓക്സിൻറ്റിക് സെൽ ഓഫ് ദ സ്റ്റൊമക്. ഓക്സിൻറ്റിക് സെല്ലിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. സോ എന്ത് ചെയ്യുന്നതാണ്? കിൽസ് ഓൾ ദ ബാക്ടീരിയ കമ്മിങ് വിത്ത് ദ ഫുഡ് ആൻഡ് ആക്സിലറേറ്റ് ദ റിയാക്ഷൻസ് ഓഫ് എൻസൈംസ്. സോ അവിടെ എന്തുണ്ട്? സ്റ്റൊമക്കിൽ ഓക്സിൻറ്റിക് സെല്ലുകളുണ്ട്. ആ ഓക്സിൻറ്റിക് സെല്ലിൽ എന്തുണ്ടാകുന്നു? അവരെന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫുഡിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴുള്ള ബാക്ടീരിയാസിനെ മുഴുവൻ കില്ല് ചെയ്യുന്നു. ഈ ആസിഡ് എന്താ ചെയ്യുന്നത്? കില്ല് ചെയ്യുന്നു. അതേപോലെ ഫുഡിന് ആവശ്യമായിട്ടുള്ള റിയാക്ഷൻസിന് ആവശ്യമായിട്ടുള്ള എൻസൈമുകളുടെ പ്രോസസ്സിനെ ഈ എൻസൈമുകളെ ആക്സിലറേറ്റ് കൂടി ചെയ്യുകയാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് മേക്ക് ദ ഫുഡ് അസിഡിക് ബൈ വിച്ച് ആക്ഷൻ ഓഫ് അമിലേസ് ഓൺ ഫുഡ് സ്റ്റോക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫുഡ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡിന് എന്ത് ഫോമാണ് വരുന്നത്? ഒരു അസിഡിക് ഫോം കൂടി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫുഡിന് എന്ത് ചെയ്യുന്നു? ഒരു അസിഡിക് ഫോം കൂടി കിട്ടുന്നു. നെക്സ്റ്റ്, ആഫ്റ്റർ റീച്ചിങ് ദ ഫുഡ് ഇൻ സ്റ്റൊമക് ഗാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ഗാസ്ട്രിക് ജ്യൂസ്. എന്ത് ചെയ്യുന്നു? നമ്മൾ ഫുഡിൽ സ്റ്റൊമക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഗാസ്ട്രിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ദ എൻസൈം ഇൻ ദ ഗാസ്ട്രിക് ജ്യൂസ് ഓഫ് സ്റ്റൊമക് ആർ പെപ്സിൻ ആൻഡ് റിൻ. സോ ഗാസ്ട്രിക് ജ്യൂസിലുള്ള സ്റ്റൊമക്കിലെ ഗാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈമുകൾ ഏതാണ്? പെപ്സിൻ ആൻഡ് റിനിനാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഡൈജഷൻ ഇൻ ഇൻഡസ്റ്റൈൻ. സ്റ്റൊമക്കിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ബാക്കി ഡൈജഷനും അബ്സോർപ്ഷനും എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത്. സോ നമ്മൾ ഈ ഡൈജഷൻ ഇൻ ഇൻഡസ്റ്റൈൻ, ഈ ഇൻഡസ്റ്റൈനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ. ഇനി സ്മോൾ ഇൻഡസ്റ്റൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പാർട്ടുകളാണ് ഉള്ളത്: ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. ഏതൊക്കെയാണ്? ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. അതിൽ duodenum നോക്കൂ. As soon as the food reaches the duodenum, bile juice from liver combine with it. Bile juice turns the acidic medium of food into alkaline. നമ്മൾ as soon as the food reaches into duodenum, ഇൻഡസ്റ്റൈനിലെ സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഡിയോഡിനത്തിൽ എത്തുമ്പോൾ ബൈൽ ജ്യൂസ് ഫ്രം ദ ലിവറിലുള്ള ബൈൽ ജ്യൂസ് എന്ത് ചെയ്യുന്നു? ആ ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റൊമക്കിലേക്ക് എത്തിയ സമയത്ത് എന്തുണ്ടായി? ഒരു ഓക്സിൻറ്റിക് സെല്ല് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഫുഡിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫുഡിന് എന്ത് ഫോം കൊടുത്തു? ആസിഡിക് ഫോം കൊടുത്തു എന്ന് പറഞ്ഞു. സോ സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ ബൈൽ ജ്യൂസ് എന്ത് ചെയ്യും? ഈ ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ആസിഡിക് ഫോമിനെ എന്ത് ചെയ്യുന്നു? ഒരു ആൽക്കലൈൻ നേച്ചർ കൊടുക്കുന്നു. സോ ബൈൽ ജ്യൂസ് ടേൺസ് ദ അസിഡിക് മീഡിയം ഓഫ് ഫുഡ് ഇൻ ടു ആൽക്കലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസിഡിക് മീഡിയത്തിനെ എന്ത് ചെയ്യുന്നു? ഒരു ആൽക്കലൈൻ ഫോമിലേക്ക് മാറ്റുന്നു. ഇനി ഈ ലിവറിൽ നിന്നുള്ള ഈ ഒരു ബൈൽ ജ്യൂസ് അല്ലാതെ പാൻക്രിയാസിൽ നിന്ന് ഒരു പാൻക്രിയാറ്റിക് ജ്യൂസ് കൂടി ഫുഡിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്ന കുറച്ച് എൻസൈമുകളാണ് ഇവിടെ പറയുന്നത്. സോ ഇത് ബൈൽ ജ്യൂസിലെ അല്ല, പാൻക്രിയാറ്റിക് ജ്യൂസിലെയാണ്. പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകളാണ് ഈ പറയുന്ന ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകൾ ഫസ്റ്റ് വരുന്നത് ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? ഫുഡിലെ പ്രോട്ടീനെയും പെപ്റ്റോണിനെയും പോളിപെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്താണ്? പ്രോട്ടീനെയും പെപ്റ്റോണിനെയും പോളിപെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇനി അമിലേസ്, രണ്ടാമത്തെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമാണ് അമിലേസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? സ്റ്റാർച്ചിനെ സോളിബിൾ ഷുഗർ ആക്കിയിട്ട് മാറ്റുന്നു. ഇനി മൂന്നാമത്തേത് ലിപ്പേസ്. ലിപ്പേസ് എന്താ ചെയ്യുന്നത്? ഇമൾസിഫൈഡ് ഫാറ്റുകൾ ഉണ്ടാകും. ആ ഇമൾസിഫൈഡ് ഫാറ്റിനെ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഒന്നും കൂടി പറയാം. ട്രിപ്സിൻ പ്രോട്ടീനെയും പെപ്റ്റോണിനെയും പോളിപെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. അമിലേസ് സ്റ്റാർച്ചിനെ സോളിബിൾ ഷുഗർ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ലിപ്പേസ് എമൾസിഫൈഡ് ഫാറ്റ്സിനെ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡിയോഡിനം കഴിഞ്ഞു. ഡിയോഡിനത്തിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത്? ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും വരുന്നു.
പാൻക്രിയാറ്റിക് ജ്യൂസും ബൈൽ ജ്യൂസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള ഫുഡിനെ, ആസിഡിക് ഫോം ആയിട്ടുള്ള ഫുഡിനെ ഒരു ആൽക്കലൈൻ നേച്ചർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ത് ചെയ്യുന്നു, 3 എൻസൈമുകളെ വിട്ട് ഓരോരോ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡ്യൂഡിനം കഴിഞ്ഞ് രണ്ടാമത്തെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ പോർഷനാണ് ജിജിനം. ഹിയർ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ കംപ്ലീറ്റ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഡൈജഷൻ സ്റ്റാർട്ട്. ഈ ജിജിനത്തിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, ദ പ്രോസസ് ഓഫ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നു. പ്രോസസ് ഓഫ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയും ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഡൈജഷൻ സ്റ്റാർട്ട്, അബ്സോർപ്ഷൻ ഡൈജഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രം ദ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ്. ആ വാളിൽ, ഇൻറ്റസ്റ്റൈൻ്റെ ആ ഒരു വാളിൽ എന്തുണ്ടാകും, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ദ ഫോളോയിങ് എൻസൈം കണ്ടെയ്ൻ. അവയിൽ ഏതൊക്കെ എൻസൈമുകൾ കണ്ടെയ്ൻ ചെയ്യുന്നു, അവയിലും എന്തുണ്ട്, എൻസൈമുകളുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇറബ്സിൻ. ഇറബ്സിൻ എന്താ ചെയ്യുന്നത്, പ്രോട്ടീൻ ആൻഡ് പെപ്റ്റോണിനെ അമിനോ ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രോട്ടീൻ ആൻഡ് പെപ്റ്റോണിനെ അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മോൾട്ടേസ്. മോൾട്ടേസ് എന്താ ചെയ്യുന്നത്, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റുന്നു. ഇവിടെ ഒരു എററുണ്ട്. ഓക്കെ, മാൾട്ടോസിനെ ഇതൊന്ന് ശ്രദ്ധിക്കണം. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. മാൾട്ടേസ് എന്താ ചെയ്യുന്നത്, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റുന്നു. ഇനി സൂക്രേസ്. സൂക്രേസ് എന്ത് ചെയ്യുന്നു, സൂക്രോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലാക്ടേസ് എന്ത് ചെയ്യുന്നു, ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലിപ്പേസ്. ലിപ്പേസ് എന്ത് ചെയ്യുന്നു, ഇമൾസിഫൈഡ് ഫാറ്റ്സിനെ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇറപ്സിൻ ആണ്. ഇറപ്സിൻ എന്ത് ചെയ്യുന്നത്, പ്രോട്ടീനെയും പെപ്റ്റോണിനെയും അമിനോ ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. മാൾട്ടേസ് എന്ത് ചെയ്യുന്നു, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സൂക്രേസ് എന്ത് ചെയ്യുന്നു, സൂക്രോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലാക്ടേസ്. ലാക്ടേസ് എന്ത് ചെയ്യുന്നു, ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലിപ്പേസ്, ഇമൾസിഫൈഡ് ഫാറ്റുകൾ ഉണ്ടാകും. ഈ ഇമൾസിഫൈഡ് ഫാറ്റിനെ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇതെവിടെ വെച്ച് നടക്കുന്ന പ്രോസസ്സാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ജെജുനത്തിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സാണ്. ജെജുനത്തിൽ വെച്ചിട്ട് നമുക്ക് ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയും ആൻഡ് അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ വെച്ച് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നു. ആ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസസിലുള്ള എൻസൈമുകളാണ് ഇറപ്സിൻ, മോൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ് ആൻഡ് ലിപ്പേസ് എന്നിവ. സോ ഇത് നമ്മൾ കഴിഞ്ഞു. സോ ജെജുനം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നത് ഇലിയമാണ്. ഇലിയത്തിൽ നമുക്ക് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. മൂന്നാമത്തെ പ്രോസസ്സായിട്ടുള്ള അബ്സോർപ്ഷൻ ആണ് അല്ലേ. നമ്മളിവിടെ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 സ്റ്റേജസ് പറഞ്ഞു അല്ലേ. അതിൽ മൂന്നാമത്തെ പ്രോസസ്സായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ജെജുനത്തിൽ വെച്ചിട്ടാണ്. സോ ഇവിടെ നോക്കാം നമുക്ക്. ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ് മിക്സഡ് ഇൻ ടു ബ്ലഡ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. സോ നമ്മൾ ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാകും, അത് നമ്മുടെ ബ്ലഡിലേക്ക്, ബ്ലഡ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. നാലാമത് വരുന്നത് അസിമിലേഷൻ ആണ്. യൂസ് ഓഫ് അബ്സോർബ്ഡ് ഫുഡ് ഇൻ ദ ബോഡി ഈസ് കോൾഡ് അസിമിലേഷൻ. സോ ബ്ലഡ് ഈ ഫുഡിനെ അബ്സോർബ് ചെയ്യുകയും അതിനുശേഷം ബോഡിക്ക് ആവശ്യമായ രീതിയിൽ അത് യൂസ് ചെയ്യപ്പെടുന്നതിനെയുമാണ് എന്ത് പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അത് ബ്ലഡിലേക്ക് പോകുന്നതും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെയും, അതേപോലെ നാലാമത്തെ പ്രോസസ് അസിമിലേഷനിൽ എന്ത് സംഭവിക്കുന്നു, അബ്സോർബ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫുഡ് നമ്മളെ ബോഡി ആവശ്യാനുസരണത്തിനുള്ള യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡ്യൂഡിനം, ജിജിനം, ഇലിയം 3 പാർട്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോകുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ് അവസാനത്തെ നമ്മുടെ ഈ ഒരു സ്റ്റേജസ്, ഡൈജഷൻ്റെ അവസാനത്തെ സ്റ്റേജിൽ ഡെഫിക്കേഷൻ നടക്കുന്നത്. ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ കുറേ പ്രോസസ്സിലൂടെ വന്നു, അപ്പം അതിൽ നിന്നൊക്കെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. ആ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എവിടെ എത്തുന്നു, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അവിടെ എന്തുണ്ടാകും, ബാക്ടീരിയാസ് ഉണ്ടാകും. ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, it turns it into feces. Feces എന്നുള്ള ഫോമിലേക്ക് എടുത്ത് മാറ്റുന്നു. turns into feces which is excreted through anus. ഇതിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്, ഐനസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. സോ ഡെഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്യാം നമ്മുടെ ഈ ഒരു 5 സ്റ്റേജസ്. സോ ആദ്യത്തെ പ്രോസസ്സാണ് ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്, മൗത്തിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സ് വരുന്നത് ഡൈജഷൻ ആണ്. ഡൈജഷൻ മുഴുവൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഡൈജഷനിലെ ഓരോ ട്രാക്കുകളെ പറ്റി പറഞ്ഞു. മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, ഇൻറ്റസ്റ്റൈൻ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ അത് കഴിഞ്ഞ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന
ഏത് പ്രോസസ്സാണ് ഡെഫിക്കേഷൻ നടക്കുന്ന ഏനസ്. സോ മൂന്നാമത്തതാണ് അബ്സോർപ്ഷൻ, ബ്ലഡിലേക്ക് ഈ ഫുഡ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യപ്പെടുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് അസിമിലേഷൻ ആണ്. അസിമിലേഷനിൽ എന്ത് സംഭവിക്കുന്നു, ഈ നമ്മൾ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫുഡിനെ നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ ബോഡി യൂസ് ചെയ്യുന്നതിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ്, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഏതിലൂടെ ഫീസസ് ആവുകയും ആ ഫീസസ് എക്സ്ക്രീറ്റഡ് ത്രൂ ഏനസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനാണ് ഡെഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ലൂസൻറ്റിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നൊരു പോർഷൻ. ഒരുപാട് ബോഡി സിസ്റ്റംസ് ഇനിയുണ്ട്, ഹ്യൂമൻ ബോഡി സിസ്റ്റംസ് വേറെയുണ്ട്. സോ അതൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.